ഹലോ നമസ്കാരം, എല്ലാവർക്കും SSO മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ബിഗ് താങ്ക്സ് ഞങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്തതിന്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ഇൻക്യുബേറ്ററിൽ വിരിയിച്ചെടുത്ത താറാവ് കുഞ്ഞുങ്ങളുടെ വിശേഷവുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ 3 താറാവിൻ കുഞ്ഞുങ്ങളെ കിട്ടിയത്. എങ്ങനെയെന്നാൽ എൻ്റെ വല്യമ്മ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ നമുക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവരാറുണ്ട്. ഈ പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുവന്നത് കുറച്ച് താറാവ് മുട്ടകളാണ്. അത് കണ്ടപ്പോൾ മനസ്സിൽ തോന്നി ഈ താറാവ് മുട്ട വിരിയിക്കാൻ വെച്ചാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ 5 താറാവിൻ മുട്ട വിരിയിക്കാൻ വെച്ചു. വല്യമ്മക്ക് താറാവ് ഒന്നുമില്ല. വല്യമ്മയുടെ വീട്ടിനടുത്തുള്ള അപ്പൂസാണ് താറാവിനെ വളർത്തുന്നത്. അവനാണ് ഈ മുട്ട കൊടുത്തു വിട്ടത്. ഈ താറാവിൻ മുട്ടയുടെ കൂടെ വീട്ടിലുണ്ടായിരുന്ന 5 കോഴി മുട്ട കൂടി വെക്കാൻ തീരുമാനിച്ചു. എന്തായാലും താറാവ് മുട്ട വിരിക്കാൻ വെക്കുന്നതല്ലേ, അതിന് 28 ദിവസം എടുക്കും. ഇൻക്യുബേറ്റർ 28 ദിവസം 5 മുട്ട വിരിയിക്കാൻ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നതല്ലേ, അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ കോഴി മുട്ട കൂടി വെച്ചു കൊടുത്തത്. ഞങ്ങൾ ആദ്യം താറാവ് മുട്ട വിരിക്കാൻ വെച്ചു. അതിനുശേഷം 7 ദിവസം കഴിഞ്ഞാണ് കോഴിമുട്ട അതിൻ്റെ കൂടെ വെച്ചത്. എന്നാലാണ് രണ്ടും ഒരേ സമയത്ത് വിരിഞ്ഞു കിട്ടുകയുള്ളൂ. അങ്ങനെ 27ാമത്തെ ദിവസം താറാവ് മുട്ട വിരിയുമോ എന്ന ആകാംക്ഷ കാരണം ഇൻക്യുബേറ്ററിൽ നോക്കിയപ്പോൾ 3 താറാവ് മുട്ട വിരിയാറായിട്ടുണ്ട്. അതിന് കൊത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ തീരുമാനിച്ചു എന്തായാലും വിരിയുമെന്ന്. അങ്ങനെ അന്ന് തന്നെ 1 വിരിഞ്ഞു വന്നു. ബാക്കിയുള്ള 2 മുട്ടയും വിരിഞ്ഞില്ല. അടുത്ത ദിവസത്തേക്ക് കാത്തിരിപ്പായി. 28ാമത്തെ ദിവസം നോക്കിയപ്പോൾ 2 താറാവും കുഞ്ഞുങ്ങളും വിരിഞ്ഞു വന്നിരുന്നു. ബാക്കി 2 താറാവ് മുട്ട വിരിഞ്ഞില്ല. അത് കൊത്തുമുട്ട അല്ലായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ വെച്ച കോഴിമുട്ടയെല്ലാം വിരിഞ്ഞു കിട്ടി. എല്ലാം വിരിഞ്ഞപ്പോൾ ഞങ്ങൾ അതിനെ ബ്രൂഡറിലേക്ക് മാറ്റി. പെട്ടെന്ന് മനസ്സിൽ ഒരു ഐഡിയ തോന്നി. ഈ താറാവും കുഞ്ഞുങ്ങൾക്ക് നീന്താൻ അറിയാവോ എന്ന് നമുക്ക് നോക്കാം. അതിനുള്ള സെറ്റപ്പ് ചെയ്തു കൊടുത്തു. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നിറച്ച് കൊടുത്തു നോക്കി. അതിൽ താറാവും കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ടു. അപ്പോൾ ഇവരുടെ ഒരു സന്തോഷം കാണേണ്ടത് തന്നെ. 3 പേരും കൂടി വെള്ളത്തിൽ നീന്തി ഉല്ലസിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.